ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലും അത്യാവശ്യ ഘട്ടങ്ങളിലും നമുക്ക് കേരള പോലീസിൻ്റെയും ഒക്കെ സഹായങ്ങൾ തേടേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട്. അവരെ വിളിക്കുന്നതിനുള്ള നമ്പറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. പോലീസിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് 112. ഏതൊരു സാഹചര്യത്തിലും നമുക്ക് പോലീസിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷനിലേക്ക് നമ്മുടെ കോൾ കണക്ട് ചെയ്യുന്നതായിരിക്കും. 112 എന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതി. ഇനി അടുത്തതായി നോക്കാൻ പോകുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി, തീപിടുത്തമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ് 101 നമ്പർ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീപിടുത്തമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായി ആംബുലൻസിന് ഡ്രൈവർമാരെ, നമ്മുടെ ഏറ്റവും അടുത്തുള്ള പ്രദേശത്തുള്ള ആംബുലൻസ് ഡ്രൈവർമാരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ് 108 വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആംബുലൻസ് സേവനം ലഭ്യമാണ്. അടുത്തതായി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള, പ്രധാനമായിട്ടും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1090. 1090 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ സേവനം ലഭ്യമാകുന്ന. അതുപോലെ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ലൈനെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള നമ്പറാണ് 1098. 1098 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് അവരുടെ സേവനം ലഭ്യമാകുന്നതാണ്. ഇനി അടുത്തതായി നോക്കാൻ പോകുന്നത് വാട്ടർ സപ്ലൈ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 180034567783. ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ സപ്ലൈ ബന്ധപ്പെട്ട സേവനങ്ങൾ ലഭ്യമാകുന്നതാണ്. ഇനി അടുത്തതായി നോക്കാൻ പോകുന്ന ഇലക്ട്രിസിറ്റി ഹെൽപ്പ് ലൈനിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 1800 180 5025 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ KCBനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കാനുള്ള നമ്പറാണ് ചീഫ് മിനിസ്റ്റർ ഹെൽപ്പ് ലൈൻ 1076 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് അവരുടെ സേവനം ലഭ്യമാകുന്നതാണ്. ഇനി അടുത്തതായി സീനിയർ സിറ്റിസൺ ഹെൽപ്പ് ലൈൻ, മുതിർന്ന പൗരന്മാർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി 1091 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ സേവനങ്ങൾ ലഭ്യമാകുന്നതാണ്. അടുത്തതായി നമുക്ക് ട്രെയിനുമായി ബന്ധപ്പെട്ട ട്രെയിനിന്റെ സമയവിവരം അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി, ചോദിച്ചറിയുന്നതിന് വേണ്ടിയും നമ്മുടെ പരാതികൾ സമർപ്പിക്കാനുമൊക്കെ നമുക്ക് റെയിൽവേ എൻക്വയറിയെ ബന്ധപ്പെടാൻ സാധിക്കും. അതിനുള്ള നമ്പറാണ് 139. 139 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെയിൽവേ ആയി ബന്ധപ്പെട്ട സംശയങ്ങളും പരാതികളും നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. അടുത്തതായി LPG ലീക്ക് ഹെൽപ്പ് ലൈൻ, എവിടെയെങ്കിലും ഗ്യാസ് ചോർച്ച ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1906 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്തത്. അപ്പോൾ വീഡിയോ കണ്ട് ഓരോ നമ്പറുകളും കുറിച്ചിടുകയോ മനസ്സിലാക്കുകയോ ചെയ്യുക. എപ്പോഴാണ് ഉപകാരം വരുന്നത് എന്ന് പറയാനാവില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ശുഭദിനം.